ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നാനോ ടാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രിപ്പാണ്, പക്ഷേ നമുക്കിത് നാനോ ടാപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. സാധനം കൊള്ളാമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് ഗൈസ്. നമുക്കിത് തുറന്നു നോക്കാം. നമുക്ക് അൺബോക്സ് ചെയ്യാം. ടാപ്പാണ് ഗൈസ്. ഒരു 10 ഇവിടെ നോട്ടെ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് പിടിക്കാം. ഇതാണ് സാധനം. നല്ല ഒട്ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എനിക്ക് അത്ര ഉറപ്പില്ല സക്സസ് ആവുമെന്ന്. സക്സസ് ആയില്ലെങ്കിൽ ആയില്ല. മുറിയൊന്നുമില്ല ഗൈസ്. എന്തൊരു ഇതാണ്. കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. സ്കെച്ചാക്കി കൊടുക്കാം. എന്തൊരു ഒട്ടിപ്പാണ് ഗൈസ്. ഇതോ കളർ തന്നെ ആവുന്നില്ല ഗൈസ്. കളർ തന്നെ നേരക്കാവുന്നില്ല. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അതായത് പർപ്പിളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ആവില്ല, എന്നാലും രസത്തിനൊന്നും ചെയ്യുന്നുള്ളൂ. എനിക്ക് നമ്മൾ സൂചിയിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കണത്. ഞാൻ ആർക്കറിയാം, കണ്ടറിയാം. നമുക്കിതിൻ്റെ പുറത്തത്തെ ഈ ദൂരി കിടക്കും. നമ്മൾ നാനോ ടാപ്പ് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എൻ്റെ ഇപ്പം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അറിയാതൊന്ന് മാറിപ്പോയതെന്നേ ഉള്ളൂ. അത് ചെറിയൊരു പ്രശ്നം ഇതിൽ കാണുന്നുണ്ട്. ഊരിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് റെഡിയാക്കി വെക്കട്ടെ. ഇത് റെഡിയാക്കി വെക്കാൻ തന്നെ ഒരു ലോഡ് സമയം. പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ അമ്പിച്ച് പിടിച്ചോണേ. എനിക്ക് വെള്ളം കാണുന്നില്ല, കയറുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ആക്കി വെക്കാൻ. സക്സസ് ആവണേ. സക്സസ്. ഒരു മിനിറ്റ് ഗൈസ്. ചെറിയൊരു വിട്ടോട്ടാ വിട്. കൈ നല്ല ഒട്ടിപ്പോവുന്നുണ്ട് സംഭവം. അതുകൊണ്ട് നേരക്കൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ പറ്റും. അറിയാതെ അമ്പിപ്പോയി ഗൈസ്. പോവും. വെള്ളം എന്തായാലും കയറൂല. ഏതായാലും സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ബ്ലൂം വന്നിട്ടില്ല ഗൈസ്. കണ്ടാ, നമ്മളിതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് അമ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പോകും ഗൈസ്. വെള്ളം പോകുന്നത് നമ്മൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ലത്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ പ്ലേറ്റ് കൊടുന്ന് വെച്ച ഭാഗ്യം. ഈ പ്ലേറ്റിലൊരു ജസ്റ്റ് ഒന്ന് വയലറ്റ് കളർ വെള്ളമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഈ അരുവിൽ സൈഡ് ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ കാണുന്നില്ല. നമുക്കിത് കട്ടി നോക്കാം. അയ്യോ ഇത് ഓട്ടാവോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഗൈസ്, ഞാൻ എൻ്റെ ഒരു ഇതോടെ ഞാനെൻ്റെ കട്ട് ചെയ്ത് കളയാം. അതോ ജസ്റ്റ് ഒന്ന് ഓട്ടായതായിരുന്നു. എവിടേക്ക് വെള്ളമായിട്ടുണ്ടല്ലോ. അതോ ഓട്ടാവുണ്ട്. എവിടെ നിന്ന് ഓട്ട് വരുന്നത്? അതാ ഗൈസ്, നമ്മൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വെള്ളം വന്ന ഗൈസ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് പോയാലും അടുത്തത് ഇതിൽ വെള്ളം കൊടുന്നാല് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിൽ വെള്ളമാക്കാം. ഇവിടെ ഇങ്ങനെ പൊത്തിച്ചാണ്ടി എന്നിട്ട് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇത്ര അമ്പിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ പൊതുക്കി വെച്ചിട്ട് കൊണ്ട് പോകുന്ന വഴിക്ക് ഇത് വേസ്റ്റ് കൊട്ടി കിട്ടാം. Guys, purple color.
വെറുതെ വേണ്ടാത്ത പണിക്ക് നിന്നോ എന്നൊരു ഡൗട്ട്. നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. തളരില്ല ഗൈസ്. ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഷോർട്ട് വീഡിയോ ആക്കിയിടണം. പക്ഷേ എനിക്കറിയും ഇത് ഇങ്ങനത്തെ ഒരു പണി തരുന്നത്. ഇതിൽ നല്ല പർപ്പിൾ കളർ കുറേ ഒന്ന് കൊടുക്കണം ഗൈസ്. എന്നെ കൊണ്ട് വയ്യ. ഈ ഒരു വൈറ്റ് കളർ കാണുമ്പോൾ വൈകുന്നതിന് ഇത് ചത്താപ്പുളി ചെയ്ത പോലെ. കൊടുന്ന വെള്ളം അതെല്ലാം അവിടെ വെച്ചാളാം. അവിടെ തന്നെ വെച്ചാളാം. ഞാൻ പിന്നെയും ഇത് ആവാത്തതുകൊണ്ട് ഞാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോൾ കൈമലാവുന്നുണ്ട് ഗൈസ്, പക്ഷെ ഇതിൽ മാത്രം ആവുന്നില്ല. എന്തോ ഒരു തൈരാറുണ്ട്. നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് പകുതി ഉള്ളൂ. സാരമില്ല. ചെയ്യാം. നമുക്കിതിൻ്റെ പുറത്ത് ഈ ഭാഗം ഊരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇതിലും ഒരു പർപ്പിൾ കളർ വന്നാൽ എനിക്കൊരു സന്തോഷം വന്നിരുന്നു എന്ന് പറയാം ഗൈസ്. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, പർപ്പിൾ കളർ വന്നാൽ നല്ലത്. അത്രയും ഉണ്ണി എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ മാത്രം പിടിച്ചാൽ മതി. വരികയാണെങ്കിൽ വരും, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ്. അല്ലാതെ എനിക്കത്ര ഉറപ്പ് അത്ര മതി. പിടിച്ചു അമ്പിച്ച് അങ്ങനെ അമ്പിച്ചിങ്ങനെ അമ്പിച്ചോട് പരസ്യത്തും പിടിച്ചിടത്തൊക്കെ അമ്പിച്ച്. ഇപ്പം ചെറുതായിട്ടൊരു വെളുപ്പിള വന്നിട്ടുണ്ട് ലൈസ്. കണ്ടിട്ട് എന്താ തോന്നി? എല്ലായിടത്തും പൊട്ടിക്കാളെ അല്ലെങ്കിൽ മറ്റേ പോളില്ലൂടാ. ആ കൂട്ടി എവിടെയോ തകരാറുണ്ട്. ഏതായാലും എന്നെ കൊണ്ട് കഴിയാം മൂന്നാമത്തെ ചെയ്യാം. പക്ഷേ തോട്ടുന്ന യൂട്യൂബിൽ ഇവിടെയുണ്ട്. ആ പൂട്ടണോ? അവിടെ തകരാറുണ്ട്. അത് സാരേ, നമുക്ക് പറ്റുന്ന ചെയ്തില്ലേ, അത് മതി. നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു വട്ടം പോലെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതാക്കണ്ട. ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കാണുന്നുണ്ട് ഇതിൽ. നമുക്കിത് നീട്ടി കൊടുക്കാം. പോവാതെ നിൽക്കുന്നു. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുവച്ചോ. നമുക്ക് നല്ല തെറിപ്പിച്ച് ഇതൊക്കെ ഇമ്മ കാണാതെ കൊണ്ട് വേസ്റ്റ് കുട്ടിക്കിടും. പാത്രം കാണണ്ട. ഇതെല്ലാം കൊണ്ട് എടുത്ത് ചാട്ടാം. ഗ്രിപ്പ് ചെറുതായിട്ട് ഫസ്റ്റ് നമുക്കൊരു പണി തന്നെങ്കിൽ പിന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നാനോ ടാപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പ്രത്യേകിച്ച് പറയാം, ഗീവ് അവേ എല്ലാവർക്കും ഉണ്ട്. കുറേ ദിവസമായി ഞാൻ പറയുന്നത്. എൻ്റെ കയറായിട്ടോ ഗീവ് അവേൻ്റെ ഒരു എടുത്തു പോലെ എത്തിയിട്ടാണ്. ഇപ്പം 45 സബ്സ്ക്രൈബേഴ്സ്. ഇനി ഒരു 5 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയാൽ ആരാണ് എൻ്റെ വീഡിയോ മൊത്തം ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്? അവരെന്ന് എനിക്ക് കുറേ പേര്. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു കുട്ടിയാണ്, പേരെന്തായിരുന്നു? ഒരു മലയാളിയാണ്. എവിടുന്നോ ആണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്കാണെന്ന് തോന്നുന്നത്. ഇനി ഈ വീഡിയോ ഒക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ആരാണോ ചെയ്യുന്നത് അവർക്കൊക്കെ ഗീവ് അവേ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഗീവ് അവേ സെറ്റാക്കി തരുന്നുണ്ട്.
ഇനി നാനോ ടൈപ്പ് വാങ്ങുമ്പോൾ ഗ്രിപ്പ് വാങ്ങരുത്. സാധാ ടൈപ്പ് വാങ്ങിയാലും ഇതിനെക്കാട്ടും എന്താണ് സാധാ നാനോ ടൈപ്പ് വാങ്ങി. പക്ഷേ ഇത് ഞാൻ ഗ്രിപ്പ് വാങ്ങിയതല്ല, എൻ്റെ പലരോട് നാനോ ടൈപ്പ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വാങ്ങിയത് ഗ്രിപ്പ് എന്നൊന്നും ഇത് മാറിപ്പോയി. ഇതാ ഗ്രിപ്പ് ടാപ്പായിപ്പോയി. പക്ഷേ ഇതിൽ എഴുതിയിട്ടുണ്ട് നാനോ ടാപ്പ് ഗ്രിപ്പാണെന്ന്. സാർ ഗൈസ്, ഏതായാലും ഇത്ര ഇടയില്ലേ, ഇത് മതി ഗൈസ്. കാണുന്നുണ്ടോ? ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ചെറുതായിട്ടൊരു ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ കുത്തിട്ടെടുക്കും. ഒന്നും വേണ്ട, എൻ്റെ കൈമിലാവും. കൈമിൽ ചെറുതായിട്ട് 8 ഡേയ്സ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗീവ് അവേക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താ താത്ത ഗീവ് അവേ തരാത്തൊന്നും. അന്ന് ഞാൻ എത്ര പറഞ്ഞിരുന്നേ? 50. ഇപ്പോഴും 45 ഇനി 50 ആവാൻ ഇനി കുറച്ച് സമയം കൂടി മതി. വേഗം 50 ആക്കണേ. ഓക്കെ, ബൈ ബൈ.